രാത്രി എന്തോ ഡോറ ഭയങ്കര വലിയ കുക്കിംഗ് ഒക്കെ ആണല്ലോ. ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഒരു സാധനം ഉണ്ടാക്കാം. ഒരു സെക്കൻഡ്. ഇനി പറഞ്ഞോ, പറയാൻ വന്നത്. ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്ന കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അപ്പം ഉള്ളത് വെച്ചിട്ട് നമുക്കങ്ങ് ഉണ്ടാക്കാം. അന്ന് ഇച്ചായൻ ക്രീമി പാസ്ത ഉണ്ടാക്കിയില്ലേ, അപ്പം ഞാൻ കരുതി എനിക്ക് മസാല പാസ്ത ഉണ്ടാക്കാം. അപ്പം നമുക്ക് അന്നത്തേൻ്റെ തന്നെ കുറച്ച് ബട്ടർ ഇരിപ്പുണ്ട്. അത് നമുക്ക് തൊട്ട് വയ്ക്കേ, ചൂടായ തൊട്ടോ ഇങ്ങോട്ട് ഫാസ്റ്റ്. ഇതെങ്ങനെ എടുക്കും? മൊത്തം ഇടണ്ട, മൊത്തം ഇടണോ? അപ്പൊ അതൊന്ന് മെൽറ്റ് ആട്ടെ. തീ കുറച്ചല്ലോ. അത് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് ചമ്മന്തിപ്പൊടിക്കും കൊഞ്ച് റോസ്റ്റിനും അല്ല കൊഞ്ച് തീയലിന് വേണ്ടിയിട്ടുള്ള ഇപ്പം മുട്ടിയേനെ അത് വറുത്തോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരണം. എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് ഭയങ്കര കുക്കിംഗ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വീഡിയോ അങ്ങനെ എടുത്തു തരാനൊന്നും ആരുമില്ല, നമുക്കങ്ങനെ എടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇത് മെൽറ്റായി വരട്ടെ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ അടുത്തുള്ളതാണ്. അയ്യോ, നമ്മുടെ സോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തും, പിന്നെ മെയിനായിട്ട് വെളുത്തുള്ളി വേണം, പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ജസ്റ്റ് മെൽറ്റായി വന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനു മുന്നേ ഒരു തവണ അപ്പം അത് ഇട്ടിട്ടുണ്ട്. ഇനി എടുക്കണേ, നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. വഴണ്ടതിന് ശേഷം കാണിക്കാം. അപ്പം സവോള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പം തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടു. എന്നിട്ട് അതും കൂടെ നമുക്ക് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇനി അതും കൂടെ ഒന്ന് വഴണ്ട് തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. ഇപ്പം ജസ്റ്റ് നമ്മൾ ഇട്ടതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞതുപോലെ വരുമ്പോൾ നമുക്ക് ഉള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. പന്നരം കാണാം. അപ്പോൾ ഈ ചാനൊന്ന് പുറത്ത് പോയ സമയം കൊണ്ട് ഞാൻ പൊടികൾ ഇളക്കിയില്ല. ഇത് ചിക്കൻ മസാല, ഇത് മഞ്ഞൾപ്പൊടിയാണ്, ഇത് കുരുമുളക് പൊടി, പിന്നെ ഇത് മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കും. പിന്നെ ഞാനൊരു 2 മുട്ട, 2 കുഞ്ഞു മുട്ടയില്ലായിരുന്നു, നമ്മൾ മുട്ടയെല്ലാം അട വെച്ചു കേട്ടോ. അപ്പം ഉള്ളത് ഞാൻ ഉച്ചാനെ കൊണ്ട് മേടിപ്പിച്ചല്ല, ചോദിച്ചു 2 കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ കൂട്ടി ലൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മസാല മൂത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പം മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇന്ന് ഇവിടെ കുറച്ച് തെളിവുണ്ടായിരുന്നു, തുണികളൊക്കെ ഒരുപാട് ഉണങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതും കൊണ്ട് അല്ല പാസ്ത, ഇതെന്ത് ശരിക്കും പാസ്തയാണോ മക്രോണി ആണോ? എന്തായാലും നിങ്ങളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോയെന്നും ഒക്കെയുള്ളതൊന്ന് പറയണം കേട്ടോ. നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സും കൂടെ ഈ അരപ്പിലേക്ക് ചേർക്കാം. മുട്ട 2 കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. ഇത് കുറവുള്ളത് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഇത്രയും. അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങോട്ട് കാണിക്കടാ. അച്ചാന് പുറത്തോട്ടല്ല, കോഴിയെ പിടിച്ചിടാനൊക്കെ ആയിട്ട് പോയി.
അപ്പോൾ പ്രിൻസാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തു തന്നെ. കേട്ടോ വേണ്ട പറയാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമ്മുടെ മെയിൻ താരം ഇട്ടതിന് ശേഷം കാണാവേ. അപ്പം ഞാനേ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ ആരെയും കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഇട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഉപ്പ് ഞാൻ ഇട്ടിട്ടാണ് വേവിച്ചത്, ഉള്ളത് പറയണല്ലോ. ഉപ്പിട്ട് ഊറ്റുമൊക്കെ ചെയ്തെങ്കിലും ഇച്ചിരി ഉപ്പ് കുറവുണ്ടാകുമ്പോൾ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് 2 കുറവാണുള്ളത്. 1 ടൊമാറ്റോ സോസ്, 2 മല്ലിയില. ഈ 2 സാധനം കൂടെ വേണം. പിന്നെ അന്ന് നിശ്ചയം മറ്റേതുണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ ചിക്കൻ ഇട്ടാലും നല്ലതായിരുന്നു. പക്ഷേ ഇതിനകത്ത് ചിക്കന് ശരിക്കും ഇട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ്. അപ്പം നമുക്കത് നമ്മുടെ അടുത്ത് ചിക്കനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ടൊമാറ്റോ സോസിൻ്റെ നല്ലൊരു കുറവുണ്ട്. നമുക്ക് നിശ്ചയം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ പതിവ് പോലെ എൻ്റെ ടെസ്റ്ററെ വിളിച്ചിട്ടുണ്ട്. ഇച്ചാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. ഞാൻ ഉണ്ടാക്കുമ്പം എന്തൊക്കെയോ കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. ചൂട് കുറവുണ്ടല്ലേ? അല്ലേ? ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ആലോചിക്കുക. ഉപ്പുമാവോ? ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ആണോ? കേട്ടെ. അല്ല എനിക്ക് വേണ്ട. ഉപ്പുമാവിൻ്റെ ടേസ്റ്റാ. ഇതാണ് കേട്ടോ. അത് കൊള്ളാവോ കൊള്ളത്തില്ലയോ? കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ സോസ് വേണമായിരുന്നില്ലേ? മറ്റേ നമ്മള് അന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലായിരുന്ന സേമിയ വെച്ചിട്ട് ഇച്ചാനുണ്ടാക്കിയത്. അമ്മയൊക്കെ വന്ന ഒരു ടേസ്റ്റ് ഞാൻ നേരത്തെ ചെയ്ത ടൊമാറ്റോ സോസിന്റെ നല്ല കുറവുണ്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഉപ്പുമാവായിട്ടാ തോന്നുന്നത്. ആണോ? കൊള്ളാവോ? അപ്പൊ ഇതാണ് കേട്ടോ സംഭവം. അപ്പൊ ഇതാണ് സംഭവം. ഇച്ചായന് പാസ്തയുടെ ടേസ്റ്റ് അല്ല ഉപ്പുമാവിൻ്റെ, എന്നാലും കൊള്ളാന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മസാല ഒക്കെ ചേർത്തോണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും